അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് ആപ്പിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. സൗദിയിൽ നിന്നും അല്ലെങ്കിൽ ഏത് GCC കൺട്രീസിൽ നിന്നും ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു സൗദി ഗവൺമെൻറ് സാമ റെഗുലേറ്റഡ് ആപ്പാണ് സഹം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടെത്തിയത്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് അലൗസ് FNO ട്രേഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ 2-3 മറ്റുള്ള ആപ്പുകളൊക്കെ ഉണ്ട്, അതിലൊന്നും FNO അലൗഡ് അല്ല. ഇനി ഈ ആപ്പിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, സൗദി അറേബ്യ ഒരു ജമ്പ് ചെയ്യാനുള്ളൊരു മൂഡിലാണ് ഷെയർ മാർക്കറ്റിലേക്ക്. സൗദിയുടെ യങ്സ്റ്റേഴ്സ് കംപ്ലീറ്റ് ഇപ്പം ഷെയറിനെ പറ്റിയും എങ്ങനെ സൗദി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഡേ ട്രേഡിങ്ങിനെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ നൗ വെരി കോഓപ്പറേറ്റീവ് കൺട്രി ടു ദ ഈവൻ എക്സ്പാട്രിയേറ്റ്സ് ഓൾസോ. കൂടാതെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ സൗദിയിൽ ഇരുന്നു കൊണ്ട് ഫ്രം സൗദി ഹൗ കാൻ യു ട്രേഡ് US മാർക്കറ്റ്. ഓക്കെ, സോ ഈ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ പേര് ജിദ്ദ ടു വാൾ സ്ട്രീറ്റ് ആണ്. പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു സ്മാർട്ട് ഫോൺ, a powerful net, valid ID, bank account. അതിൻ്റെ കൂടെ നമുക്ക് ഷഹം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊരു അക്കൗണ്ടും വേണം, ലൈക്ക് ഇന്ത്യൻ ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ ഈ ട്രേഡിങ്ങിനെ പറ്റിയും US മാർക്കറ്റിനെ പറ്റിയും സൗദി തദാവുൽ മാർക്കറ്റിനെ പറ്റിയൊക്കെ എല്ലാ എക്സ്പെർട്ടേറ്റ്സും അറിയേണ്ടതാണ്. അത് നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന ഒരു 2-3 മണിക്കൂർ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ട്രേഡിംഗ് ഇൻ US മാർക്കറ്റ്. വൈ ഐ ആം യൂസിങ് US മാർക്കറ്റ്, അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. വൺ ഓഫ് ദ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ്. കൂടാതെ റെഗുലേഷൻസും റൂൾസും ഒക്കെ സ്ട്രിക്റ്റ് ആണ്. ഇഷ്ടംപോലെ ന്യൂസ് അപ്ഡേറ്റ്സ് കിട്ടും ഈ ആപ്പിൽ. സോ മലയാളികളായ എക്സ്പെർട്ടേറ്റ്സിന്, പ്രത്യേകിച്ചും നല്ല കമ്പ്യൂട്ടർ നോളജും അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ളവരാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സ്ട്രാ ഇൻകം നേടാനുള്ള, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 4 മണിക്കൂർ 3 മണിക്കൂർ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ട്രേഡ്സാണ് ഞാൻ കാണിക്കുന്നത്. സഹം ആപ്പാണ്. വേണമെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, യൂഷ്വലി ഡേ ട്രേഡാണ് ചെയ്യാറ്. അതിൽ പ്രത്യേകിച്ച് സ്കാൽപ്പിംഗ് ആണ്. വെരി ഫാസ്റ്റ്, കുറച്ച് സമയം മാർക്കറ്റിൽ നിൽക്കുക, നമ്മളെ പ്രോഫിറ്റ് എടുക്കുക, മാറുക, വലിയ ലോസ് ഒഴിവാക്കുക. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും ഡേ ട്രേഡിങ്ങിൽ റേഞ്ച് ബൗണ്ട് ചെയ്യാം, റിവേഴ്സൽ നോക്കിയിട്ട് ചെയ്യാം, ബിഗ് മൂവ്സ് നോക്കിയിട്ട് ചെയ്യാം, ബ്രേക്ക് ഔട്ട്സ് നോക്കിയിട്ട് ചെയ്യാം, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നോക്കി ചെയ്യാം. പല മെത്തേഡും ഉണ്ട്. നൗ ഐ ആം ഡൂയിങ് അബൌട്ട് ദ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ദ ബിഗ് മൂവ്. അത് അപ്പാവാം, ഡൗൺ ആവാം, പോസിറ്റീവ് ന്യൂസ് ആവാം, നെഗറ്റീവ് ന്യൂസ് ആവാം, ആസ് എ കാറ്റലിസ്റ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെയ്യാം, ഫ്രീ ടൈമിലൊക്കെ ചെയ്യാം. അതിന് ഒരു സിമ്പിളായിട്ടൊരു മൊബൈലും അത്യാവശ്യം നല്ല നോളജും $1000 കയ്യിലുണ്ടാവണം. മാർക്കറ്റിൻ്റെ ഡയറക്ഷനും നോക്കണം. നമ്മൾ കുറച്ച് സ്റ്റോക്സ് സെലക്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് നല്ല സ്റ്റോക്സ്, ട്രേഡബിളായിട്ടുള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെയും ഞാൻ ഉപയോഗിക്കുന്ന വിദ്യ
ഇൻഡെക്സിൽ ചെയ്യാം, വലിയ എമൗണ്ട് വെച്ച് ആപ്പിൾ അല്ലെങ്കിൽ ടെസ്ല ഇതിലൊക്കെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ ഒരു വലിയ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെയ്യാറുള്ളതും കോമൺ ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാറുള്ളത് സിമ്പിളായിട്ട് ഒരു 10 to 15 മാക്സിമം $50 പ്രൈസ് റേഞ്ചിലുള്ള ഹൈ വോളിയം ഹൈ വോളറ്റൈൽ ബീറ്റ സ്റ്റോക്സാണ്, ഹൈ ബീറ്റ സ്റ്റോക്സ്. അപ്പോൾ ഹൈ ബീറ്റ എന്താണ് എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാം. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുന്നു, പിന്നെ ആ ഇൻട്രാഡേയിലുള്ള മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാതെ സിഗ്സാഗായിട്ടാണ് പോവുക. അപ്പോൾ അപ്പ് പോകുമ്പം കോൾ വാങ്ങിക്കുന്നു, ഡൗൺ വരുമ്പം വാട്ട് യു കോൾ പുട്ട് വാങ്ങിക്കുന്നു. നേക്കഡായിട്ട് ഹെഡ്ജിങ് ഒന്നുമില്ല ഈ പ്ലാറ്റ്ഫോമിൽ. മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ബിഗ്ഗർ എമൗണ്ട് കൊണ്ട് ചെയ്യുന്നതിൽ ഷോവാബ് ഞാൻ ഹെഡ്ജ് ചെയ്ത് ചെയ്യാറുണ്ട്, സ്ട്രാറ്റജി ആയിട്ട് ചെയ്യാറുണ്ട്. ഇതിൽ ബേസിക്കലി സ്കാൽപ്പിംഗ് ആണ്. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറുക. അങ്ങനെ ഇന്നുണ്ടാക്കിയ പ്രോഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ സെൽഫ് ബൂസ്റ്റിംഗ് അല്ല. അപ്പോൾ എഗെയിൻ ഹിയർ ഇറ്റ് ഈസ് എ ന്യൂസ് ബേസ്ഡ് ട്രേഡാണ്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ട്രേഡ് ചെയ്തിട്ടുള്ളത് 1-2 സ്റ്റോക്കുകളാണ്. അതിലൊരു സ്റ്റോക്കിൻ്റെ പേരാണ് വിൽമാർട്ട്. കാരണം വിൽമാർട്ടിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് 100 സ്റ്റോക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് നമ്മുടെ NSYS, അതായത് എക്സ്ചേഞ്ചിൻ്റെ 100 സ്റ്റോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അതിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ഉണ്ടാവും, ട്രേഡിങ് കൂടും, പിന്നെ ഇൻഡെക്സുമായിട്ട് അത് ബന്ധപ്പെടും. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ മൂവ്മെൻറ്റും മാറും. ഇതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഇൻഡെക്സിലൊരു കോൺട്രിബ്യൂഷൻ വരും. ഇങ്ങനെയുള്ളൊരു ന്യൂസ് വന്ന സ്ഥിതിക്ക് സാധ്യതയുണ്ട് ഇത് ഹൈ ആയി പോകാൻ വേണ്ടിയിട്ട്. ആ ന്യൂസിൻ്റെ മുകളിലാണ് ഇന്നത്തെ മേജർ ട്രേഡ് നടന്നത്. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു സ്റ്റോക്കിലും കൂടി ഉണ്ട് പുട്ട്, ഇതിൽ കോളാണ്. ലെറ്റർ നമുക്കൊരു ആദ്യം ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഇൻഡെക്സിനെ പറ്റി നോക്കണം, ഇൻഡെക്സിനൊരു വാച്ച് ലിസ്റ്റ്, പിന്നെ ലൈവ് ചെയ്യുന്ന അതിലൊരു വാച്ച് ലിസ്റ്റ്. അതിൽ ഇന്നത്തെ എൻ്റെ ട്രേഡ് നടന്നത് ഇതിലാണ്, വാൾമാർട്ടിലാണ്. അപ്പോൾ വാൾമാർട്ടിനെ പോയി ഒന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നോക്കിയാൽ ന്യൂസസ് കാണാം. ആ ന്യൂസിൽ കണ്ടില്ലേ, അത് സ്റ്റോക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ VMT ആണ് വിൽമാർട്ട്. അതിൻ്റെ ന്യൂസിൽ നോക്കിയാൽ നമുക്ക് കാണാം വിൽമാർട്ട് ജോയിൻസ് നാസ്ഡാക്ക്, വിൽമാർട്ട് ജോയിൻ നാസ്ഡാക്ക് 100. ഇത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതിൽ ഞാൻ കുറച്ച് സ്കാൽപ്പിംഗ് ചെയ്തു ആ സ്റ്റോക്കിൽ. എന്നിട്ട് ഇന്നത്തെ പ്രോഫിറ്റ് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. ഒരു 1000 ആണ് എൻ്റെ ടാർഗറ്റ്, 1000. അപ്പോൾ നമുക്കിപ്പം നടക്കുന്ന 2-3 ട്രേഡ് ഉണ്ട്, അതൊന്ന് നോക്കാം. അതിലൊന്നാണ് നമ്മുടെ പ്ലഗ്. അതൊരു പെന്നി സ്റ്റോക്കാണ്. അതിൽ നിന്ന് അപ്വേർഡ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ചാറ്റ് പാറ്റേണൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പം നോക്കാം എന്താണ് സംഭവിക്കുന്നത്. കോളിലാണ് ഞാനുള്ളത്. അപ്പോൾ കോളിലേക്ക് പോകണമെങ്കിൽ ഇത് അപ്പിലേക്ക് പോകണം. ചാൻസ് കുറവായതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബേസിക് മേജർ ന്യൂസുള്ള വിൽമാർട്ടിനെ നോക്കാം. അതിൻ്റെ ചാറ്റ് പാറ്റേൺ 1 മിനിറ്റ് ഒന്ന് നോക്കുക. എനിവേ ബുള്ളിഷാണ്, പക്ഷേ എത്രത്തോളം പോവും ഒരു 5 മിനിറ്റ്സിൽ നോക്കുക. ഞാനെപ്പോഴും സ്റ്റോക്ക് എൻട്രി ചെയ്യാറ് ഇങ്ങനെയുള്ളൊരു ക്രോസ് പോയിൻറ്റ്സിലാണ്. DMA ക്രോസ് പോയിൻറ്റ്സ് എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ പാറ്റേൺ ബുള്ളിഷോ ബെയറിഷോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാറ്റേണും കിട്ടണം. ഇതിലേക്ക് എൻഗൾഫിങ്ങോ ഹാമറോ അങ്ങനെ ഏതെങ്കിലും, അതൊക്കെ പഠിക്കാം. അപ്പോൾ അതിലൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മാറിപ്പോണ്ട, വിൽമാർട്ട് എടുക്കുക, ഓപ്ഷനിൽ പോവാം. ഇപ്പോഴത്തെ 118 നടക്കുന്നത്. 19 വരെയൊക്കെ പോവാം. അടുത്തുള്ളൊരു സ്ട്രൈക്കിലെടുക്കാം. അടുത്ത ജാനുവരി 23 അടുത്തുള്ളൊരു സ്ട്രൈക്ക് നമുക്ക് നോക്കിയാൽ 118 ആണ് ഇപ്പോഴത്തെ ഇത്. അതിൽ അടുത്ത ആഴ്ചയുള്ള
അടുത്തല്ല, ഒരു 20 ദിവസത്തോളം ഉണ്ട്, 15 ദിവസത്തോളം ഉണ്ട്, 2 ആഴ്ചയോളം ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നത് 118-ന് 119 കോള്, 119ൻ്റെ കോളാണ്. ജസ്റ്റ് നിയർ OTM 1.92 ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. നമുക്കൊരു 17 ലോട്ട് വാങ്ങിക്കാം. തൽക്കാലം നമുക്കൊരു 10 ലോട്ട് വാങ്ങിക്കാം. ഓർഡർ പ്ലേസ് ചെയ്യുമ്പം അത് ഓർഡർ പ്ലേസ് ചെയ്യുക. ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത് ഇപ്പം തന്നെ കാണാം, ഓൾറെഡി എക്സിക്യൂട്ടഡ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് പോവുക, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ പോവുക. ഇവിടെ ഞാനിപ്പോൾ $1,000-ന് $1,910 ഒരു 10 ലോട്ട്, അതായത് പറഞ്ഞാൽ 10 ലോട്ട് എന്ന് പറഞ്ഞാൽ 1000 ക്വാണ്ടിറ്റിയാണ്. 1000 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് റേറ്റ് 1.91 ആണ്. എൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഓൾറെഡി 1.91 ആണ് വാങ്ങിച്ചത്. സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് എനിക്കൊരു 20 പോയിൻറ്റ്സ് അപ്പ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 10 പോയിൻറ്റ്സ് കാണിക്കാൻ വേണ്ടി ഞാൻ 10 പോയിൻറ്റ്സ് അപ്പ് എടുക്കാം. അതിന് ചെയ്യാനുള്ളത് നമ്മൾ ഒന്നും കൂടി നമ്മൾ പ്രോഫിറ്റിൽ ഇതിന് നോക്കാം. ഇതിപ്പോൾ 10 ലോസിലാണുള്ളത്, $10. അപ്പോൾ അത് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം നമുക്കൊരു 10 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 195-96 കിടക്കട്ടെ. ഒരു 10 ക്വാണ്ടിറ്റി കൊടുക്കാം. ഓർഡർ പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇടുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ താഴേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം നോക്കാം. അതൊരു $90 നമ്മൾ താഴേക്ക് പോയിട്ടുണ്ട് ലോസ്. അത് അപ്പ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റ് പോവുക. വീണ്ടും വിൽമാർട്ട് തുറന്ന് നോക്കുക. 62 അതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുക. സ്റ്റോപ്പ് ലോസ് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുറച്ചുകൊണ്ട്. വോളിയം ചെക്ക് ചെയ്യാം. വോളിയം സെൽ സൈഡാണ്, അത് ചേഞ്ച് ചെയ്യാം. ഓൾ ടൈം ഹൈ എത്തിയതുകൊണ്ടാണ് സെല്ലിങ് വരുന്നത്. ഇവിടെയും വോളിയം കുറയുന്നുണ്ട്. അപ്പോൾ ഏതിലാണ് നമ്മൾ മെയിൻ ട്രേഡ് ഇപ്പോൾ കാണിക്കുന്നത് അതിനെ കുറച്ച് മേലിലേക്കാക്കി മാറ്റി വെക്കാം വിൽമാർട്ടിനെ. അപ്പോൾ അത് വിൽമാർട്ട് മേലെ വന്നു നോക്കാം. 1000 ആണ് ടാർഗറ്റ്. ലോസിലാണുള്ളത്. 90. ഓൾറെഡി ഇന്ന് ഞാൻ വിൽമാർട്ട് 2-3 ട്രേഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നോക്കണമെങ്കിൽ നമ്മുടെ സെല്ലും ബൈയിലൊക്കെ നോക്കാം. വിൽമാർട്ട് ബൈ ആണിത്. ഇത് ഇപ്പോഴത്തെ ബൈ ആണ്. അതിന് മുന്നേ ഉള്ള സെല്ലാണ്. ബൈ ചെയ്തത് നേരത്തെ, അത് സെല്ല് ചെയ്തു, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുള്ളത് ഹോണ്ടാസാണ്. അത് പുട്ടായിരുന്നു. ആ റേഞ്ചിൽ തന്നെ കളിക്കുകയാണ്. നമുക്ക് നോക്കാം. സ്കാൽപ്പിങ് ഒരു 15 മിനിറ്റാണ്, അല്ലെങ്കിൽ അരമണിക്കൂർ വരെ പോവാം. ഇതിലിപ്പോൾ അപ്പായിട്ട് വരുന്നുണ്ട്, നോക്കാം. അപ്പായി വരുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ലക്ഷണം കണ്ടില്ലേ, ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത് 1000 ആണ് നമ്മുടെ ഐഡിയ. 1000 സ്റ്റോപ്പ് ചെയ്യും. ഇതിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് ഒന്നും നോക്കാനില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ എത്തിയതാണ്.
ഇതിൻ്റെ പേരാണ് EMAs, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. ഇത് 10, ഇത് 50, ഇത് 200. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡൈവേർജൻസ് ആണ്. ഇവിടെ നിന്ന് മുതൽ അത് ഡൈവേർജൻസ് തുടങ്ങിയിട്ടുണ്ട്. ഗുഡാണ്, നോക്കാം. അതെ, മേലോട്ട് പോകുന്നുണ്ട്. നമുക്ക് 90 ലോസിലത് 60 ആയിട്ടുണ്ട്. നമ്മുടെ സെൽ ഓർഡർ എത്രയാണെന്നും കൂടി ഉറപ്പിക്കാം. സെൽ ഓർഡർ 196 ആണ്, അത് പോരാ. നമ്മളെടുത്തത് 192 ആണ്. അപ്പം നമുക്കതിന് എഡിറ്റ് ചെയ്ത് മേലോട്ടാക്കണം. എഡിറ്റ് ഓർഡർ, പിന്നെ നമുക്ക് അപ്പ് ചെയ്യാം, 10 ആക്കാം. ഇത് 2 എത്തണത് 186 ആണുള്ളത്. 14 പോയിൻറ്റ്സിൽ $140 ഇതിൽ നമുക്ക് കിട്ടാം. ഇതിൽ 2 വിറ്റ് പോവുകയാണെങ്കിൽ. ശരിക്കുള്ള ട്രേഡിൽ ഈ ഒരു പോയിൻ്റ് ഒന്നും അല്ല, ഇത് ഞാൻ ഡെമോയ്ക്ക് വേണ്ടി ചെയ്യാണ്. അതുകൊണ്ടാണ് ഒരു 10 പോയിൻറ്റ്സിൽ ബുക്ക് ചെയ്ത് കാണിക്കുന്നത്. ചെറിയൊരു കളിയുണ്ട്, നോക്കാം. ഇവിടെ ഒരു എൻഗൾഫിംഗ് കാൻഡിൽ ഉണ്ട്, വേണം കാണിച്ചു തരാം. ഇതൊരു എൻഗൾഫിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇതാണ് കേട്ടോ, അതായത് ബിയറിഷ് എൻഗൾഫിംഗ് ആണ്. ടെൻഷൻ അടിക്കേണ്ട, കാണാം. അത് കഴിഞ്ഞിട്ട് അത് വർക്കൗട്ടായില്ല. അത് കഴിഞ്ഞ് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഉണ്ട്, നോക്കാം. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പെന്നി സ്റ്റോക്സ് ആണ്. അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിച്ചിടുന്നതാണ്. നോക്കാം. ചെറിയൊരു കാൽക്കുലേഷൻ ഇഷ്യൂ ഉണ്ട്, താഴേക്ക് പോകുന്നുണ്ട്. മാറ്റി പിടിക്കണമെന്ന് നോക്കണം. ഇല്ല, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഈ ലെവല്. ഇത് ബ്രേക്ക് ചെയ്താൽ മേലോട്ട് പോകും. താഴേക്ക് വന്നിട്ടില്ല. ചാറ്റ് പാറ്റേണൊക്കെ പഠിക്കണം, നമുക്ക് നോക്കാം. ഇപ്പോൾ വിൽമാർട്ട് നമുക്ക് 140 ലോസിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ മാറ്റി പിടിക്കാം, റിക്കവറി ആവുന്നുണ്ട്. 55. കാൻഡിൽ ഇത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇവന് മേലോട്ട് കയറണം. 1-2 കാൻഡിൽസ് കൂടി നോക്കാം. ഇറ്റ്സ് ഗോയിങ് അപ്പ്. ലെറ്റ്സ് സീ. അപ്പോൾ ഇടയ്ക്കും താഴെ പോയായിരുന്നു, ഇപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്, നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ചാറ്റ് പാറ്റേൺ നോക്കാം. ചാറ്റ് പാറ്റേൺ നോക്കാം, എല്ലാവരും ചെയ്യാം. കണ്ടല്ലേ, ദാറ്റ്സ് ഇറ്റ്.